بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശങ്ങൾ തുടരുകയാണ്. അദ്ദേഹം പറയുന്നു, അയ്യുഹൽ വലദു, മോനെ, ഇന്നി അൻസഹുക, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, ബി സമാനിയത്തി അഷ്യാ, 8 കാര്യങ്ങൾ നിന്നെ ഞാൻ ഉപദേശിക്കുന്നു. ഇഖ്ബൽ ഹാ മിന്നി, ആ 8 കാര്യങ്ങൾ നീ സ്വീകരിക്കണം എന്നിൽ നിന്നും. അല്ലാ യകൂന ഇൽമുക, നിന്റെ ഇൽമാകാതിരിക്കാൻ, ഹസ്മൻ അലൈക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിനക്കെതിരെയുള്ള തെളിവായി, നിന്റെ പ്രതിയോഗിയായി നീ പഠിക്കുന്ന ഇൽമ് മാറാതിരിക്കുന്നതിന് വേണ്ടി നീ ഈ ഉപദേശങ്ങളെ സ്വീകരിക്കണം. തഅമലു മിൻഹാ അർബഅത്തൻ, 8ൽപ്പെട്ട 4 കാര്യം നീ ചെയ്യണം. വതദഉ മിൻഹാ അർബഅത്തൻ, 4 കാര്യം നീ ഒഴിവാക്കണം. പ്രവർത്തിക്കേണ്ട 4 കാര്യവും ഒഴിവാക്കേണ്ട, വർജിക്കേണ്ട 4 കാര്യങ്ങളും. അമ്മല്ലവാത്തി തദഉ, നീ ഉപേക്ഷിക്കേണ്ട 4 കാര്യങ്ങൾ, ഫഅദുഹാവകളിൽ ആദ്യത്തത്, അല്ലാ തുനാദിറ അഹദൻ, ആരോട് നീ തർക്കിക്കാൻ നിൽക്കരുത്, ഫി മസ്അലത്തിൻ, ഒരു മസ്അലയിലും, മസ്തത, നിന്റെ കഴിവിൻ്റെ പരമാവധി നീ മറ്റുള്ളവരോട് തർക്കിക്കാൻ നിൽക്കരുത്. തർക്കം കൊണ്ടൊരു ഗുണവുമില്ല. കാരണം ലിഅന്ന ഫിഹ, അതിലുണ്ട്, ആഫാത്തിൻ കസീറ, ഒരുപാട് അപകടങ്ങളുണ്ട്. ഫൈസ്മുഹ, അതിൻ്റെ പാപം, അക്ബറു മിൻ നഫ്ഇഹ, മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഈ മുനാദറയുടെ പാപം അതിൻ്റെ നഫ്ഇനേക്കാൾ അക്ബറാണ്, കഠിനമാണ്. പ്രയോജനത്തിനേക്കാൾ പാപങ്ങളാണ് അതിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത്. അതുകൊണ്ട് തർക്കിക്കാൻ നിൽക്കരുത്. അപ്പോൾ അധികം തർക്കിച്ച ആളാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. പിന്നീട് അല്ലാഹു തആല മാരിഫത്തിൻ്റെ ഇൽമ് മനസ്സിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ അദ്ദേഹം പറയുന്നതാണിത്. ഇത് കാരണം ഹിയ, ഈ മുനാദറ എന്ന് പറയുന്നത്, മൻബഉ കുല്ലി ഖുലുഖിൻ ദമീം, നിന്ദ്യമായ എല്ലാ സ്വഭാവത്തിൻ്റെയും ഉറവിടമാണ്. എല്ലാ നിന്ദിത സ്വഭാവത്തിൻ്റെയും ഉറവിടമാണ് തർക്കം. റിയാ ഉണ്ടാകും, വലിയ 10 ആൾക്കാരുടെ മുമ്പിൽ ഞാൻ വലിയ പുള്ളി, ആ റിയാ വരും. വൽ ഹസദി, ഹസദ് വരും. വൽ കിബിരി, അഹങ്കാരം വരും. വൽ ഹക്കദി, ഹക്കദ് എന്ന് പറഞ്ഞാൽ ഈ ഹസദുള്ള ആളോട് എങ്ങനെയെങ്കിലും അയാളെ തീർക്കണം എന്നുള്ള ചിന്ത, അതാ ഹക്കദ്, കടുത്ത ഹസദിൻ്റെ മീതെയുള്ളതാണ്. വൽ അദാബത്തി, ശത്രുത. വൽ മുബാഹാത്തി, പിന്നെ പ്രൗഢി കാണിക്കൽ, ഞാൻ വലിയ പുള്ളിയാണെന്നുള്ള പ്രൗഢി കാണിക്കൽ. വഗൈരിഹ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് മുനാദറയിൽ. നഅം, അതെ. ലൗ വഖഅ മസ്അലത്തുൻ, ഒരു പ്രശ്നമുണ്ടായാൽ, ബൈനക വ ബൈന ശഖ്സിൻ, നിന്റെയും ഒരു വ്യക്തിയുടെ ഇടയിൽ ഒരു വിഷയം ഉണ്ടായി, പറയേണ്ട വിഷയം. ഔ ഖൗമിൻ, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളുടെയും നിന്റെയും ഇടയിൽ. വകാനത്ത് ഇറാദത്തുക, നിന്റെ ഉദ്ദേശമായി, ഫിയ, ആ മുനാദറയിൽ, അൻ യദ്ഹറൽ ഹഖ്, ഹക്ക് വെളിവാകണം. വലാ യദിഅ, അത് പാഴാവരുത് എന്ന ആഗ്രഹമാണ് നിനക്കുള്ളതെങ്കിൽ, ജാസൽ ബഹ്സു, തർക്കം ജായിസാണ്. വലാക്കിൻ, പക്ഷേ, ലിത്തിൽക്കൽ ഇറാദത്തി, ഈ നല്ല ഉദ്ദേശം ഉണ്ടെന്നുള്ളതിന് ഉണ്ട് അലാമത്താൻ, 2 അടയാളം. 2 അടയാളത്തിലൂടെയാണ് മനസ്സിലാകുന്നത് നിനക്ക് ആ നല്ല ഉദ്ദേശം ഉണ്ട് എന്ന്. ആ 2 അടയാളം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം നിനക്ക് ആ നല്ല ഉദ്ദേശമുണ്ടെന്ന്. യഹദാഹും, ആ 2 അടയാളത്തിൽപ്പെട്ട ഒന്ന്, അല്ലാ തുഫരിക, നീ വിവേചിക്കാതിരിക്കലാണ്, ബൈന അൻ യൻകശിഫൽ ഹക്ക്, ഹക്ക് വെളിവാകുന്നതിൻ്റെയും, അലാ ലിസാനിക, നിന്റെ നാവിൻ്റെ മേൽ, ഔ അലാ ലിസാനി ഗൈരിക, അല്ലെങ്കിൽ മറ്റൊരാളുടെ, നീ അല്ലാത്തയാളുടെ നാവിൻ്റെ മേൽ. തർക്കിക്കുമ്പോൾ ഹക്ക് വെളിവാകുന്നത് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ, മറുഭാഗത്തു നിന്നുണ്ടാവട്ടെ, വിവേചിക്കാൻ പാടില്ല. ഞാൻ തന്നെ വിജയിക്കണം, ഞാൻ തന്നെ ഹക്കിനെ വെളിവാക്കണം എന്നുള്ള ഒരു ദുർവാശി പാടില്ല. ഹക്ക് വെളിവായാൽ മതി, അതിനുവേണ്ടി തർക്കിക്കുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹിയും തമ്മിൽ ഒരുപാട് തർക്കമുണ്ടായിട്ടുണ്ട്. ഖാദി അബൂ യൂസുഫ്, ഹനഫി മദ്ഹബിൻ്റെ മഹാപണ്ഡിതൻ, ഇമാം മാലിക്കുമായിട്ട് പല തർക്കത്തിലും ഇമാം മാലിക് അബൂ യൂസുഫിൻ്റെ അഭിപ്രായത്തിനെ സ്വീകരിച്ചിട്ടുണ്ട്. പല തർക്കത്തിലും ഇമാം അബൂ യൂസുഫ് ഇമാം മാലിക്കിൻ്റെ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം തർക്കത്തിൻ്റെ ഉദ്ദേശം അതാണ്,
സത്യം വെളിവാകുക എന്നുള്ളത് മാത്രമാണ്. വസ്താനിയത്തു രണ്ടാമത്തെ കാര്യം, അതായത് നീ നല്ല വിചാരമാണെന്നുള്ളതിന്റെ രണ്ട് അലാമത്തുണ്ടെന്ന് പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ അടയാളം അയ്യക്കൂനൽ ബഹ്സു ചർച്ചയാകലാണ് ഫിൽ ഖലാഇ ഒറ്റയ്ക്കുള്ള ചർച്ചയാകലാണ് അഹബ്ബയിലേക്ക് നിനക്ക് ഏറ്റവും ഇഷ്ടകരമാകലാണ് മിൻ അയ്യക്കൂൻ അതാകുന്നതിനേക്കാൾ ഫിൽ മലയിൽ സദസ്സിൽ വെച്ചുള്ള ചർച്ചയുണ്ടല്ലോ സംഘത്തിന്റെ മുമ്പിൽ. അപ്പൊ അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. വിഷയം പറഞ്ഞു തീർക്കാൻ രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്താൽ മതി. അപ്പൊ നല്ലതായിട്ട് ഇയാൾക്ക് നിനക്ക് തോന്നണം ഒറ്റയ്ക്കുള്ള ചർച്ച കൂട്ടത്തിലുള്ള ചർച്ചയേക്കാൾ നല്ലതായി തോന്നണം. വസ്മ നീ കേൾക്കണം, അന്നി അതുക്കുറിലൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ഹാഹുന ഇവിടെ ഫായിദത്തിനൊരു പ്രയോജനത്തെ. വാലം നീ അറിയുക, അന്ന സുആല അനിൽ മുഷ്കിലാത്തി വിഷമകരമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം അത് അറുളു മറലിൽ കൽബി ഇല തബീബി ഹൃദയത്തിന്റെ രോഗത്തിനെ ഡോക്ടറിന്റെ അടുക്കിലേക്ക് കൊണ്ടെത്തിക്കുക. അതാണിത്. വിഷമകരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുക എന്നുള്ളത് അത് കൽബിന്റെ രോഗത്തിനെ ഡോക്ടറിന്റെ വൈദ്യന്റെ ചികിത്സന്റെ മുമ്പിൽ സമർപ്പിക്കലാണ്. വൽ ജവാബ് ലഹു അതിനുള്ള മറുപടി സഅയുൻ ലി ഇസ്ലാഹി മറദിഹി ആ രോഗം നന്നാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ആ രോഗത്തു നിന്നും മുക്തി നേടാൻ വേണ്ടിയുള്ള ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമമാണ് ജവാബ്. ഇതാണ്. വാലും നീ അറിയണം, അന്നൽ ജാഹിലുകൾ അൽ മർദാ ഖുലൂബുഹും കൽബുകൾ രോഗികളായവരാണ് ജാഹിലുകൾ, വിവരമില്ലാത്തവർ. വൽ ഉലമാ പണ്ഡിതന്മാര് അതായത് വിവരമുള്ളവർ അൽ അത്തിബാ അവര് വൈദ്യന്മാരാണ്, ഡോക്ടർമാരാണ്, ചികിത്സകരാണ്. ആലിമുൻ നാക്കിസായ ആലിമ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എല്ലാം കുറെ പഠിച്ചു, അയാള് ലാ യുഹ്സിനുൽ മുആലജത അയാൾക്ക് ചികിത്സ അയാളുടെ നന്നാവുകയില്ല, ചികിത്സിക്കാൻ അയാൾക്ക് കഴിവുണ്ടാവില്ല. ആലിമൽ കാമില ഇനി കാമിലായ ആലിമ് തന്നെ പരിപൂർണനായ ഒരു വിവരസ്ഥൻ ലാ യുആലിജു കുല്ല മരീദൻ എല്ലാ രോഗിയും അയാൾ ചികിത്സിക്കുകയില്ല. മറിച്ച് മിടുക്കനായ ഒരു ഡോക്ടർ ആണെങ്കിൽ അയാൾ ചികിത്സിക്കും ഒരാളെ. എങ്ങനത്തെ ആൾ യർജു ഫീഹി അയാളിൽ ഈ ഡോക്ടർ പ്രതീക്ഷിക്കും കബൂലൽ മുഹാലത്ത് ചികിത്സയെ സ്വീകരിക്കലിനെ സലാഹി അത് ക്ലിയർ ആകലിനെ സ്വീകരിക്കലിനെയും. അതായത് രോഗം മാറും, മരുന്നിനെ ശരീരം സ്വീകരിക്കും എന്നുള്ളവർക്ക് മാത്രമേ വിദഗ്ധനായ ഡോക്ടർ ചികിത്സിക്കുകയുള്ളൂ. വൈദാക്കാനത്തിൽ ഇല്ലത്തിന് രോഗം മുസ്ലിമിനത്തിന് തളർവാദമാണ്, എഴുന്നേക്കാൻ വയ്യ, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല. അവ ഹക്കീമൻ അല്ലെങ്കിൽ ബലഹീനതയല്ല, തളർന്നു പോവുക, അത് ലൈംഗികമായി തളർന്നു പോവുക. ഹക്കീം ബലഹീനത ചികിത്സിച്ചാൽ മാറും. ഇതങ്ങനെയല്ല, തീരെ ഇല്ലാതാവുക, പ്രത്യുൽപാദന ശേഷി ഇല്ലാതാവുക. അത് അങ്ങനത്തെ രോഗമാണെങ്കിൽ ലാ തഖ്ബലുൽ ഇലാജ അത് ഇലാജിനെ സ്വീകരിക്കുകയില്ല. ഫഹദാഖത്തു തബീബി അപ്പോൾ ഒരു ഡോക്ടറിന്റെ നൈപുണ്യം ഫിഹി ഇതില് അയ്യക്കൂല അയാൾ പറയലാണ് ഹാദാ ഇയാൾ ലാ യഖ്ബലുൽ ഇലാജ ഇയാളുടെ രോഗം ഇലാജിനെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഫലാ തസ്തഖിൽ ഫീഹി ഇയാളുടെ വിഷയത്തിൽ നിങ്ങൾ ജോലിയാവരുത്. ബി മുദാബാത്ത് ഇയാൾക്ക് മരുന്ന് കൊടുത്തിട്ട് ജോലിയാകേണ്ട കാര്യമില്ല. കാരണം ലന്നഫി അതിലുണ്ട് ആയുസ് പാഴാക്കലുണ്ട്. വെറുതെ ചികിത്സകന്റെയും ബാക്കിയുള്ളവരുടെ ആയുസ് പാഴാക്കാം. ഇയാളുടെ രോഗം മാറത്തില്ല, അയാൾ മരിക്കുമ്പോൾ മരിച്ചോളും. അപ്പൊ ചികിത്സിക്കാതിരിക്കലാണ് നല്ലത് എന്ന് പറയലാണ് ഒരു വിദഗ്ധനായ ഡോക്ടറിന്റെ സാമർത്ഥ്യം. അതാണ് സുമ്മഫലം. പിന്നെ നീ അറിയണം അന്ന മറലൽ ജഹിലി അജ്ഞതയുടെ രോഗം അല്ല അർബാത്ത് അൻവാ 4 സൈസാണ്. അജ്ഞതയാവുന്ന രോഗം 4 സൈസാണ്. അഹദു അതിൽപ്പെട്ട ഒന്നാമത്തേത് യഖ്ബലു ഇലാജ ചികിത്സയെ അത് സ്വീകരിക്കും. അതിൽപ്പെട്ട ഒന്നാമത്തെ അല്ല, അതിൽപ്പെട്ട ഒരെണ്ണം. ഈ 4 എണ്ണത്തിൽ ഒന്ന് ചികിത്സയെ സ്വീകരിക്കും. വൽ ബാക്കി ലായക്കോൽ ബാക്കിയുള്ള ചികിത്സയെ സ്വീകരിക്കൂല. അമ്മല്ലതി ലാ യഖ്ബലുൽ ഇലാജ ഇലാജിനെ സ്വീകരിക്കാത്ത രോഗം അഹദു അതിൽ ഒന്നാമത്തേത് മൻ ഒരാളാണ് കാന സുആലുഹു അയാളുടെ ചോദ്യമാണ് വഅ്തിറാദുഹു അയാളുടെ വിമർശനവും അൻ ഹസദിഹി അയാളുടെ അസൂയയുടെ പേരിലാണ് ബുഗ്ളി അയാൾക്ക് കോപം വന്നതിന്റെ പേരിലാണ് അയാൾക്ക് ഈ ചോദ്യം എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ കുല്ലമാ തുജീബു നീ അയാൾക്ക് ജവാബ് കൊടുക്കുമ്പോഴെല്ലാം ബി അഹ്സനൽ ജവാബ് നല്ല ജവാബാ കൊടുക്കുന്നത്. ഏറ്റവും സാഹിത്യപൂർണമായത്, ഏറ്റവും വ്യക്തമായത്, പ്രമാണമൊക്കെ വെച്ചിട്ട്. പക്ഷേ ഫലാ യസീദു
ലഹു അതയാൾക്ക് വർദ്ധിപ്പിക്കുകയില്ല അതായിരിക്കാതെ ഇല്ലാ ബുഗ്ളൻ കോപത്തിനെ അല്ലാതെ അദാവത്തൻ ശത്രുതയും ഹസദൻ ഹസദിനെയും അല്ലാതെ പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ തരീഖ് ഇവിടുത്തെ വഴി അല്ലാ തസ്തഖില ബി ജവാബിഹി അയാൾക്ക് ജവാബുമായി ജോലി ആകാതിരിക്കുക എന്നുള്ളതാണ്. ഫഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട് കുല്ലുൽ അദാവത്തി ഖത്തുർജാ ഇസാലതുഹാ ഇല്ലാ അദാവത മൻ ആദാക അൻ ഹസദി എല്ലാ ശത്രുതയും ഖത്തുർജാ ഇസാലതു അതിന്റെ ഇസാലത്തിനെ പ്രതീക്ഷിക്കപ്പെടാം, ആ ശത്രുതയെ നീങ്ങുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകാം. ഇല്ല അദാവത്ത മൻ ഒരാളുടെ ശത്രുത ഒഴികെ അയാദാക്ക് അയാൾ നിന്നോട് ശത്രുത പുലർത്തി അൻ ഹസദി അസൂയയുടെ പേരില്ല. അസൂയയുടെ പേരിൽ ശത്രുത പുലർത്തിയെങ്കിൽ ആ ശത്രുത മാറുമെന്ന് വിചാരിക്കണ്ട. അപ്പൊ അയാളോട് മറുപടിക്കും പോകണ്ട. അപ്പൊ എമ്പകി അപ്പൊ അത്യാവശ്യമാകും അൻതൊഴിൽ അയാളെ തൊട്ട് നീ പിന്തിരിയൽ. അപ്പൊ തത്രുക്ക് അയാളെ നീ വിട്ടേക്കുക, മഹാമാർദ്ദ അയാളുടെ രോഗത്തോടു കൂടെ അയാളെ വിട്ടേക്കുക. അല്ലാഹു തആല പടച്ചതമ്പുരാൻ പറഞ്ഞു ഫഅഅ്രിദ് അമ്മൻ തവല്ല അൻ ദിക്രിനാ വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയാ. ഫഅഅ്രിദ് താങ്കൾ പിന്തിരിയെ അമ്മൻ ഒരാളെ തൊട്ട് തവല്ല അവൻ പിന്തിരിഞ്ഞു, അവൻ പിന്തിരിഞ്ഞോടി അൻ ദിക്രിനാ നമ്മുടെ ദിക്റിനെയും വിട്ട് വ്യതിചലിച്ചു. അങ്ങനെ വ്യതിചലിച്ച ഒരാളെ തൊട്ട് നീ പിന്തിരിയെ. ഫലം യുരിദ് അവൻ ഉദ്ദേശിച്ചില്ല ഇല്ലൽ ഹയാത്തദ് ദുനിയാ ഭൗതിക ജീവിതത്തിനല്ലാതെ അങ്ങനത്തെ ഒന്നും താങ്കൾ പിന്തിരി എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. വൽ ഹസൂദു വല്ലാതെ ഹസദ് വെച്ചുകൊണ്ട് പുലർത്തുന്നവൻ ബികുല്ലിമാ യഖൂലു വയഫ്അലു അവൻ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന എല്ലാ ഓരോ കാര്യത്തോടു കൂടെയും യൂഖിദുന്നാറായി തീ കത്തിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അസൂയാലു അവൻ ചെയ്യുകയും പ്രവർത്തിക്കുകയും അവൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ ഓരോ കാര്യത്തോടു കൂടെയും അയാൾ തീ കത്തിക്കുക ചെയ്യുന്നത്. ഫി സറഇ അമലിഹി അയാളുടെ അമലിന്റെ കൃഷിയിടം അയാളെ കത്തിച്ചു കളയാണ് ചെയ്യുന്നത്. കമാ ഖാല നബിയ്യു അലൈഹിസ്സലാം അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ. അസൂയ എന്ന് പറയുന്നത് അത് നന്മകളെ തിന്നുകളയും, ഏതുപോലെ തീയ് ഹസദ് വിറകിനെ തിന്നുന്നത് പോലെ. അപ്പൊ അസൂയ ഉള്ള ആളുടെ ചികിത്സിക്കാൻ നിൽക്കണ്ട. അതാണ് അസൂയ വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന ആൾക്ക് അയാൾ ചികിത്സിക്കാൻ നിൽക്കണ്ട. ഫസാനി രണ്ടാമത്തെ രോഗം അൻ തക്കൂന ഇല്ലത്തു അയാളുടെ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ രോഗം അൻ തക്കൂന ഇല്ലത്തു അയാളുടെ ഇല്ലത്ത് രോഗമാകലാണ് മിനൽ ഹമാഖത്തി മഠയത്തരത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന രോഗം. ബഹുവായതൻ അതും ലാ യഖ്ബലുൽ ഇലാജ ഇലാജിനെ സ്വീകരിക്കുകയില്ല, പറഞ്ഞ മനസ്സിലാവില്ല. കമാകാല ഈസാ അലൈഹിസ്സലാം ഇനി നിശ്ചയമായി ഞാൻ മാ അജസ്തു അൻ ഇഹ്യാഇൽ മൗത മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതിനെ തൊട്ട് ഞാൻ അശക്തനായിട്ടില്ല. വഖദ് അജസ്തു ഞാൻ അശക്തനായത് അൻ മുആലജത്തുൽ അഹ്മഖി മഠയനെ ചികിത്സിക്കുന്നതിനെ തൊട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി ഇദ്ദേഹം ഇവിടെ പറയുക. വദാലിക ഇത് പറയാൻ കാരണം റജുലുൻ ഒരാള് യസ്തഗ്രി ബി തലബിൽ ഇൽമി തലബിൽ ഇൽമുമായി അയാൾ ജോലിയാകും സമനൻ ഖലീലൻ കുറച്ചു കാലം. ഫയതഅല്ലമു അയാൾ പഠിക്കും ഷൈഅൻ മിനൽ ഇൽമിൽ അഖലി ബൗദ്ധിക വിജ്ഞാനത്തിൽപ്പെട്ട എന്തെങ്കിലും എല്ലാം അല്പം പഠിക്കും. വശറഇ ശറഈം പഠിക്കും. എന്നിട്ട് ഫയസ്അലു അവൻ ചോദിക്കാൻ തുടങ്ങും. വയഅ്തറിദു അവൻ ഇങ്ങനെ വിമർശിക്കാൻ തുടങ്ങും. യത്രാദ് അതെങ്ങനെയാ ഇതെങ്ങനെയാന്ന് പറഞ്ഞിട്ട് മിൻ ഹമാഖത്തിഹി അയാളുടെ മടയത്തരം കാരണമായി ആരോടാകെ ആളുകളെന്ന് തർക്കിക്കാനൊക്കെ പോകുന്ന ആലൽ ആലിമിൽ കബീർ വലിയ പണ്ഡിതന്റെ അടുക്കൽ. പണ്ഡിതൻ എങ്ങനത്തെ പണ്ഡിതനാണ്? മല്ലാ ഉംറഹു അയാളുടെ ആയുസ്സിനെ ആ പണ്ഡിതൻ ചെലവഴിച്ചു ഫിൽ ഉലൂമിൽ അക്കലിയായ ഇൽമുകളിൽ ശറഇയ്യ ഇൽമിലും ആയുസ്സിനെ ചെലവഴിച്ച മഹാപണ്ഡിതന്റെ മുമ്പിലാണ് ഇയാൾ തർക്കിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട വടുതല ഉസ്താദിന്റെ അടുക്കൽ നവ്വറല്ലാഹു മർക്കദഹു ഒരു പയ്യൻ മുസ്ലിയാർ കുറെ കാലം മുമ്പ് പറഞ്ഞു എന്നാണ്, തദ്രീബുൽ ഇഫ്താ ഓതാണ്ട് നിങ്ങൾ എന്തിനാ മുഫ്തി ആയതെന്ന്. തദ്രീബുൽ ഇഫ്താ ഓതാണ്ട് വടുതല ഉസ്താദിന് എന്ത് തോന്നിക്കാണും? മഹാപണ്ഡിതനായിരുന്നു മഹാനായ വടുതല ഉസ്താദ് അവർകൾ. ഷാഫിയായി ജനിച്ച് ഷാഫിയായി വളർന്നു. ഷാഫി മജ്ലിസിൽ തന്നെ നിന്നിട്ട് വഫാത്തായി. പക്ഷെ അദ്ദേഹം ഹനഫി മദ്ഹബിനെ കുറിച്ച് ആഴത്തിൽ വിവരമുള്ള വ്യക്തിയായിരുന്നു. അതെങ്ങനെയാണ് അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അല്ലാഹു തആല കൊടുത്തു. വീട്ടിൽ എപ്പോഴും ആൾക്കാരുടെ കൂട്ടമായിരിക്കും, എപ്പോഴും മസല ചോദിക്കാനും പഠിക്കാനും എല്ലാമായിട്ട്. ആ മഹാനോട് പോയിട്ട് ഒരുത്തൻ ചോദിക്കുകയാണ്, തദ്രീബുൽ ഇഫ്താ പഠിച്ചിട്ടാണോ ഫത്വ കൊടുക്കുന്നത്? ഇതാണ് ഈ പറഞ്ഞ ഹമാക്കത്ത്. വഹാദൽ അഹ്മഖു ഈ മഠയൻ
ലാ യഅലമു അവൻ അറിയില്ല, വയദുന്നു അവൻ വിചാരിക്കും അന്നമാ ഉഷ്കില അലൈഹി അവന്റെ മേൽ മുഷ്കിലായത് ഹുവായുധൻ മുഷ്കിലുൻ അൽ ആലിമുൽ കബീരി അത് ആലിമുൽ കബീറിന്റെ മേലും മുഷ്കിലാണ്. അവന് ബുദ്ധിമുട്ടായത് അവന് വിവരമില്ലാത്ത അയാൾക്ക് അറിഞ്ഞുകൂടാന്ന് വിചാരിച്ചിട്ടായി ചോദിക്കുന്നത്. വൈതാലം യഅലം അയാൾ അറിഞ്ഞില്ലെങ്കിൽ ഹാദൽ ഖദ്റ യകൂനു സുആലുഹു മിനൽ ഹമാഖത്തി ഈ അളവിനെ അയാൾ അറിഞ്ഞില്ലെങ്കിൽ, അതായത് ഞാൻ വെറും പൊട്ടനാണ്, മറ്റേയാൾ ഒരുപാട് പഠിച്ച ആലിമാണ്, ഈ വിവരം അറിഞ്ഞില്ലെങ്കിൽ അയാളുടെ ചോദ്യം ഹമാക്കത്തിൽ നിന്നാവും. അപ്പൊ പിന്നെ ഫയംബഗി അല്ലാ തസ്തഗില ബിജവാബിഹി അയാൾക്ക് ജവാബ് കൊടുക്കാതിരിക്കലാണ് അഭികാമ്യം, അവിടെ നിൽക്കാതിരിക്കലാണ് നല്ലത്. അയാളെ വിട്ടേക്കണം. അയാൾ പറയുവാണെങ്കിൽ ഇയാൾക്കൊന്നും വിവരമില്ല എന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല, അയാൾ പൊട്ടനാണ്. മൂന്നാമത്തേത് അയ്യക്കൂന അയാൾ ആകലാണ് മുസ്തർഷിദൻ അയാള് സന്മാർഗം തേടുന്നവനാകലാണ്. അതിനുവേണ്ടിയാണ് അയാൾ പഠിക്കുന്നത്, ചോദിക്കുന്നു. അതിനുവേണ്ടി ആ സന്മാർഗം കിട്ടാൻ വേണ്ടി തന്നെയാണ് അയാൾ പഠിക്കുന്നത്. കുല്ലുമാല യഫ്ഹമു മൂന്നാമത്തേത് അയ്യക്കൂന മുസ്തർഷിദൻ അയാൾ സന്മാർഗം തേടുന്നവനാകലാണ്. അയാള് വഴി കിട്ടാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. കുല്ലുമാല യഫ്ഹമു മിൻ കലാമിൽ അക്കാബിരി ബഹുമാന്യരായ വലിയ പണ്ഡിതന്മാരുടെ കലാമും അയാൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെല്ലാം തന്നെ കുല്ലുമ എല്ലാ ഓരോ കാര്യങ്ങളും ലാ യഫ്ഹമു അയാൾ അതിനെ മനസ്സിലാക്കുകയില്ല. മിൻ കലാമിൽ അക്കാബിരി വലിയ മഹാന്മാരുടെ കലാമിൽ നിന്നും അയാൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ യുഹ്മലു അതിനെ ചുമത്തപ്പെടും അല കുസൂരി ഫഹ്മിഹി അയാളുടെ ഫഹ്മിന്റെ കുറവിന്റെ മേൽ, അയാൾക്ക് മനസ്സിലാക്കാനുള്ള കെൽപ്പില്ല എന്ന് മനസ്സിലാക്കപ്പെടും. അങ്ങനത്തെ ആള് വകാന സുആലുഹു അയാളുടെ ചോദ്യമാണ് ഇതിൽ ഇസ്തിഫാദത്തി എന്തിനു വേണ്ടിയാ? പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ് അയാൾ ചോദിക്കുന്നത്. ലാക്കിൻ പക്ഷേ യക്കൂനു ബലീദൻ അയാൾ മഠയനാണ്, ബുദ്ധിമാന്യമുള്ള ആളാണ്. ലാ യുദ്രിക്കുൽ ഹക്കായിക്ക ഹക്കീക്കത്തുകളൊന്നും അയാൾക്ക് മനസ്സിലാവില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ, അങ്ങനത്തെ വ്യക്തിയാണ്. അപ്പൊ ഫലാ യംബഗിൽ ഇസ്തിഗാലു ബിജവാബിഹി അയാൾക്ക് ജവാബ് കൊടുത്തുകൊണ്ട് ജവാബുമായി നീ ജോലിയാകൽ അത്യാവശ്യം പാടില്ലാത്തതാണ്. ഐദൻ അയാൾക്കും ജവാബ് കൊടുത്തുകൊണ്ട് അയാൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് இந்த സമയം പാഴാക്കാതിരിക്കുകയാണ് വേണ്ടത്. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു മആശിറൽ അംബിയ ഞങ്ങൾ പ്രവാചക സമൂഹം ഉമിർന ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു അൻ നുകല്ലിമൻ നാസ ജനങ്ങളോട് ഞങ്ങൾ സംസാരിക്കാൻ അലാ ഖദ്രി ഉഖൂലിഹിം അവരുടെ ബുദ്ധിയുടെ അളവനുസരിച്ച് സംസാരിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു. അപ്പൊ അതനുസരിച്ച് വേണം. ഇനി വമ്മൽ മറന്നുള്ളത് ഒരു രോഗം യക്ബലു അത് സ്വീകരിക്കുമൽ ഇലാജ ചികിത്സയെ സ്വീകരിക്കുന്നത് നാലാമത്തത് അത് അയ്യക്കൂന അയാൾ ആകലാണ് മുസ്തർഷിദൻ അയാൾ സന്മാർഗം തേടുന്നവനാണ്, ആക്കിലൻ ബുദ്ധിമാനാണ്, ഫഹിമൻ അയാൾക്ക് മനസ്സിലാക്കാനുള്ള കെൽപ്പുണ്ട്, ലാ യക്കൂൻ അയാളാവുകയില്ല മഗ്ലൂബൽ ഹസദി അസൂയ വളർന്നു വന്നവനാവുകയില്ല, അസൂയ ഗാലിബായവൻ അവന്റെ മനസ്സിൽ അയാളെ അസൂയ കീഴടക്കിയിരിക്കുന്നു അങ്ങനത്തവനാവുകയില്ല. വൽ ഖലബി ഖലബിന്റെയും ഖലബത്തില്ല, വഹുബ്ബി ഷഹവത്തി ശരീഅത്തിനോടുള്ള പ്രേമവും അയാൾക്കില്ല, വൽ ജാഹി പ്രതാപത്തിനോടുള്ള താല്പര്യമില്ല, വൽ മാലി സ്വത്തുണ്ടാക്കണമെന്നുള്ള ആഗ്രഹമില്ല. അങ്ങനെയുള്ള നല്ല മനുഷ്യൻ ബേക്കൂൻ അവനാകും താലിബത്ത് തരീഖുൽ മുസ്തഖീം മുസ്തഖീമായ വഴിയെ തേടുന്നവനാകും അവൻ. വലം യക്കുൻ സുആലുഹു അവന്റെ ചോദ്യമല്ല, വഅ്തിറാദുഹു അവന്റെ വിമർശനം അയാളോട് എന്താ അങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും കൂടി ചോദിക്കുക, അതായത് ഇഅ്തിറാദ് വിമർശനം അതുമല്ല, അൻ ഹസദിൻ അസൂയെ തൊട്ടുണ്ടായതല്ല, തഅന്നുത്തിൻ പിടിവാശി തൊട്ടുണ്ടായതല്ല, വംതിഹാനിൻ പരീക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ഉണ്ടായതല്ല. വഹദ ഇയാള് യഖ്ബലുൽ ഇലാജ ഇയാള് ചികിത്സയെ സ്വീകരിക്കും. ഫയജൂസു അപ്പൊ അനുവദനീയമാണ് അൻ തസ്തഗില ബി ജവാബി സുആലിഹി ഇയാളുടെ സുആലിന് ജവാബുമായി ജോലിയാകൽ ജായിസാകും. ബൽ യജിബു അലൈക ഇജാബത്ത് എന്നല്ല ഇയാൾക്ക് മറുപടി കൊടുക്കൽ നിർബന്ധവുമാണ്. കാരണം അയാളെ കൊണ്ട് ഗുണമുണ്ട്. ഈ നാലാമത്തെ വിഭാഗമാണ് അവർക്കിടക്കാണ് ചികിത്സയെ സ്വീകരിക്കുന്ന കൽബിന്റെ രോഗം. നാലാമത്തെ വിഭാഗമാണ്. അപ്പോൾ ഒരു വിഷയം കഴിഞ്ഞു. നാല് കാര്യം ഉപേക്ഷിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാമത്തെ കഴിഞ്ഞു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.